ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അല്ലേ മിക്സർ ഗ്രൈൻഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിക്സർ ഗ്രൈൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളും ഐഡിയാസും ഒക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സുകളാണെന്നുണ്ടെങ്കിലും മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയിൽ നമ്മൾ നോർമലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പലപ്പോഴും മിക്സിയുടെ ബ്ലേഡിൻ്റെ ഷാർപ്നെസ് കുറയുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഉപ്പുണ്ടല്ലോ, ഇത് കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായി. ഈ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡൊക്കെ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പുകളുടെ ഈ ഒരു പാർട്ട് ഇങ്ങനെ ലൂസായി പോകുന്നത് അല്ലേ. നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ വല്ലാണ്ട് ലൂസായിട്ട് നമുക്കത് അരയ്ക്കുമ്പോഴൊക്കെ പുറത്ത് പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഒരു റബ്ബറിൻ്റെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ മിക്സിയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീസറിൽ നിന്ന് തന്നെ എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മുടെ അടപ്പിൽ നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ട് നമ്മൾ അരയ്ക്കുന്നത് പുറത്തൊക്കെ പോകുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ മിക്സി അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ അതിന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇതുപോലെ ക്യാരറ്റ്, ഒണിയൻ, അതുപോലെ തന്നെ കേബേജ്, ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ ചോപ്പറൊക്കെ യൂസ് ചെയ്ത് ചോപ്പ് ചെയ്യാറുണ്ടല്ലോ. അതിന് പകരമായിട്ട് നമ്മുടെ മിക്സിയുടെ ഈ ചെറിയ ജാറിൽ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ പൾസ് ബട്ടൺ ഉണ്ടാവുമല്ലോ, എല്ലാ മിക്സികളിലും ഉണ്ടാവും. ആ ഒരു പൾസ് ബട്ടൺ ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. ഒരുപാട് നേരം ആക്കരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ നന്നായി ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് ഇതുപോലെ ചെറുതായൊക്കെ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് ഈ മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ കൈകൊണ്ടൊക്കെ കുഴച്ചെടുക്കാറുണ്ട് അല്ലേ. അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടിക്കുന്ന പൊടി, മാവ് ഉണ്ടാക്കാനുള്ള പൊടിയും ഉപ്പും വെള്ളവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒട്ടും കൂടി പോകരുത്. നമുക്കറിയാലോ ഒരളവ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഇതൊന്ന് നന്നായിട്ട് കറക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചു, അത് പോരാത്തതിന് രണ്ടാമതും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടു. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ പിന്നെ നമ്മൾ മിക്സിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഒരുപാട് സമയമൊന്നും എടുക്കാണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് മാവ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും മിക്സി നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ അതിന് മിക്സി എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എപ്പോഴാണോ നമ്മൾ മിക്സി യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ അതിലേക്ക് നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് അതും വെള്ളവും ചേർത്തിട്ട് മിക്സി ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ മിക്സി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ മസാലകളോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയോ പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ജാറിലൊരു വല്ലാത്ത സ്മെല്ലുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ കഴുകിയേ പോവാറില്ല. അപ്പോൾ അത് ഈസി ആയിട്ട് കളയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്കിതുപോലെ നമ്മുടെ നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ, ആ തൊലി ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജാറിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലും മസാലയുടെ സ്മെല്ലൊക്കെ നമുക്ക് ഈസി ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്ലേഡിനകത്തൊക്കെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ പോയി ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പ്രയാസമല്ലേ. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും വിനീഗറും
അതേപോലെ തന്നെ നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് അതും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ ബ്ലേഡിനകത്തുള്ള ഫുഡിൻ്റെ ഐറ്റംസൊക്കെ പോയിട്ട് മിക്സി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ മിക്സി ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് മിക്സിയുടെ ഈ ഒരു താഴത്തെ ഏരിയ ആണ് അല്ലേ. എപ്പോഴും നല്ല വൃത്തികേടായിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ ഏറ്റവും നല്ലത്. അത് നമുക്ക് ഇതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും അതുപോലെ വിനീഗറും നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ട് നമ്മൾ മിക്സിയുടെ താഴ്ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സി നമുക്ക് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഡെയിലി കിച്ചൺ ക്ലീനിങ് റുട്ടീനിൽ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് തുടച്ച് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സി നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടു നടക്കാം. അതേപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെയാണ് മിക്സി സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലൊരു ട്രെയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചൊക്കെ നീക്കുന്ന സമയത്ത് മിക്സി പെട്ടെന്ന് കേട് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ട്രെയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് മിക്സിയുടെ ഈ ഒരു വയർ അല്ലേ. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സി നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടൊക്കെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.